കൂട്ടുകാരെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. യുദ്ധവും കുട്ടികളും എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാനാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. മണലു കരിഞ്ഞു പറക്കുന്നന്ത്രക്കാക്ക മലർന്നു പറക്കുന്നു. മണലു കരിഞ്ഞു പറക്കുന്നന്ത്രക്കാക്ക മലർന്നു പറക്കുന്നു. താഴെ തൊടിയിൽ തലകീറിച്ചുടി ചോരയൊലിക്കും ബാല്യങ്ങൾ. മുരുകൻ കാട്ടാക്കടയുടെ ഭാഗ എന്ന കവിതയിലെ വരികൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ. ലോകത്തിനോളം ഉണ്ടായ യുദ്ധങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് പിന്തുഹൃദയങ്ങളെയാണ്. ലോകത്തിനോളം ഉണ്ടായ യുദ്ധങ്ങളുടെ ആകെ തുകയാണ് മനുഷ്യചരിത്രം. ചരിത്രത്തെ നിയന്ത്രിച്ച് ലോകത്തെ ഇന്ന് കാണുന്ന സ്ഥിതിയിലെത്തിച്ചതിൽ യുദ്ധങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. ഓരോ ആളുകളുടെ ചോരക്കും അവരുടെ കുടുംബത്തിന്റെ കണ്ണീരിനും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇന്നും യുദ്ധങ്ങൾ തുടരുന്നു. അക്രമം മിക്കപ്പോഴും കുട്ടികളെ എങ്ങനെ ബാധിക്കുമെന്നല്ലേ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 8 വയസ്സുകാരി ശബാനയുടെ അനുഭവം. ഒരു കൂട്ടം ആളുകൾ ബാപ്പയെ അടിച്ചു കൊല്ലുന്നതും ഉമ്മയുടെ കഴുത്തറുത്തു കൊല്ലുന്നതും അവൾ കണ്ടുനിന്നു. ഈ ഭീകര സംഭവവും നഷ്ടമൊന്നും അവളെ ബാധിച്ചില്ല. കാരണം അവളുടെ മനസ്സും ഹൃദയവും അറിയിച്ചിരുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അഭാവം അനുഭവപ്പെടുന്നില്ല. ഞാൻ അവരെ പറ്റി ചിന്തിക്കാറില്ല എന്നായിരുന്നു അവൾ നിർവികാരിയായി പറഞ്ഞത്. കുട്ടികൾ അനാഥരാകുന്നത് മാതാപിതാക്കൾ കൊല്ലപ്പെടുന്നത് കൊണ്ട് മാത്രമല്ല, പിന്നെയോ കുടുംബാംഗങ്ങൾ ചിതറിക്കപ്പെടുന്നത് കൊണ്ട് കൂടിയാണ്. യുദ്ധങ്ങളെ പേടിച്ച് ആളുകൾ സ്വന്തം ഭവനം വിട്ട് പലായനം ചെയ്യുന്നു. അതിൽ പകുതിയോളം കുട്ടികളാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. 1994 റുവാണ്ടയിലെ ഒരു രാഷ്ട്രീയ നിരൂപകൻ പറഞ്ഞു, വലിയ എലികളെ കൊല്ലാൻ ആദ്യം ചെറിയ എലികളെ കൊല്ലണം. വംശീയ കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ശത്രുക്കൾ മുതിർന്നവരെ കൊന്നതുകൊണ്ട് മാത്രം തൃപ്തരാകുന്നില്ല. ശത്രുക്കളുടെ മക്കൾ ഭാവിക്കാല ശത്രുവായിട്ടാണ് വീക്ഷിക്കപ്പെടുന്നത്. എങ്കിലും യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന കുട്ടികൾ എല്ലാവരും ബോംബിനാലോ വെടിയുണ്ടായാലോ അല്ല കൊല്ലപ്പെടുന്നത്, പിന്നെയോ പട്ടിണിയാലും രോഗങ്ങളാലുമാണ്. ഉദാഹരണത്തിന് സൈന്യങ്ങൾ ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ വലിയ പ്രദേശങ്ങളിൽ കുഴിബോംബുകൾ പാകുന്നു. ജലസ്രോതസ്സുകളും ആരോഗ്യ കേന്ദ്രങ്ങളും അവർ നശിപ്പിക്കുന്നു. ദുരിതാശ്വാസ സാമഗ്രികൾ അവർ പിടിച്ചു വെക്കുന്നു. എന്നിവയെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പിഞ്ചു ഹൃദയങ്ങളെയാണ്. പല മുതിർന്ന ആളുകൾ ഭയപ്പെടുന്നതിനേക്കാൾ നീചമായ പ്രവൃത്തികളാണ് യുദ്ധത്തിൽ അകപ്പെടുന്ന കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നത്. മറ്റു കുട്ടികളെ പ്രഹരിപ്പിക്കുന്നതും അവരെ കൊലപ്പെടുത്തുന്നതും കണ്ട പിഞ്ചു ഹൃദയങ്ങൾ തകരുന്നു. മാനസിക ക്ഷതമേറ്റ കുട്ടികളെ പറ്റി ഒരു റിപ്പോർട്ട് പറയുന്നു. അവർ പേക്കിനാവുകൾ കാണുന്നു, പേടി സ്വപ്നങ്ങൾ കാണുന്നു, കറുത്ത ഓർമ്മകൾ അവർ ആഗ്രഹിക്കാതെ തന്നെ അവരെ തേടിയെത്തുന്നു. വിഷാദം, ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയില്ലായ്മ, കാര്യങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയെല്ലാം കുട്ടികളുടെ രോഗലക്ഷണങ്ങളാണ്. 100 വർഷത്തിലേറെയായി സേവ് ദി ചിൽഡ്രൻ എന്ന സംഘടന അപകടത്തിൽപ്പെടുന്ന കുട്ടികളെ രക്ഷിക്കാനും അവരുടെ ഭാവി ഉറപ്പുവരുത്താനും വേണ്ടി പോരാടുന്ന സംഘടന ഇറ്റലിയിലുണ്ട്. യുദ്ധം സമാനതകളില്ലാത്ത ദുരന്തമാണ്. യുദ്ധമില്ലാത്ത നാളുകൾ ഇനിയും ഉണ്ടാകട്ടെ. മനുഷ്യന്മാരുടെ കൂട്ടുകരുതികൾ ഇനിയും തുടരാതിരിക്കട്ടെ. ഇനിയൊരു യുദ്ധം വേണ്ട എന്ന മുദ്രാവാക്യം അനർത്ഥമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. Thank you so much, Shaban, for your